എൻ്റെ പേര് ബേബിച്ചൻ ചെറിയാൻ. ഇടുക്കി രൂപതയിലെ നെടുങ്കണ്ടത്തിനടുത്ത് മാവടി ഇടവകയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ 5ാമത് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഞാൻ 2019 ഒക്ടോബർ 2-ാം തീയതി ഉടമ്പടി എടുത്ത് ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ പോകുന്നു. എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ തന്നെ വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈശോയും അമ്മയും കൂടെയുള്ളതുപോലെ ഉള്ള തോന്നൽ ഞങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ പലപ്പോഴും ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കും, അതിൽ നിയോഗങ്ങൾ വെച്ച് കഴിയുമ്പോൾ അമ്മയും ഈശോയും അത്ഭുതകരമായി ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെട്ട് അത് ഒരു 3/4 ഭാഗത്തോളം ഞങ്ങൾക്ക് അത് കടങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു, സാമ്പത്തിക ബാധ്യതയായിരുന്നു, അത് വീട്ടാൻ പറ്റി. ഏകദേശം 30 ലക്ഷത്തിലധികം രൂപ കടബാധ്യതയുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പകുതിയിലധികം കൊടുത്തു തീർക്കാൻ പറ്റി. ഇപ്പോൾ വീണ്ടും അതുമായി പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഡോക്യുമെൻറ്റും ഞങ്ങളുടെ പട്ടയത്തിൻ്റെ കോപ്പിയുമൊക്കെയായി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പുതുക്കാൻ വരുമ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അത് ഡോക്യുമെൻ്റ് അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ ബ്ലസ് ചെയ്ത് വെഞ്ചരിച്ച കാശുരൂപം തരികയും എല്ലാം ചെയ്ത് ഞങ്ങൾ അതുമായി അതിൻ്റെ ബാക്കി നീക്കുപോക്കുകളെല്ലാം നന്നായി നടന്നു. അങ്ങനെ മുന്നേറുന്ന സമയത്ത് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധിക്ക് സ്ഥിരമായ ഒരു വരുമാനമില്ലാതെ 12 വർഷത്തോളം ഞാൻ ജോലിയൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു ജോലിയെപ്പറ്റി ഞാൻ ആഗ്രഹിച്ചു. ഞാൻ 6 ഉടമ്പടി നിയോഗങ്ങൾ വെച്ചതിൽ 6ാമത് വെച്ച നിയോഗമായി ഒരു ജോലി ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഉടമ്പടി പുതുക്കി വെച്ച് ഞങ്ങൾ 30 ദിവസം തികയുമ്പോൾ എനിക്ക് ഒരു ജോലി തന്ന് ഈശോയും മാതാവും അനുഗ്രഹിച്ചു. അതൊരു നല്ല കമ്പനിയുടെ ഡിവിഷൻ മാനേജറായിട്ടാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. അവിടെ ജോലി ചെയ്തതിന് ശേഷം 4 മണിക്ക് ശേഷമാണ് ഞാൻ സാക്ഷ്യം പറയുവാനായിട്ട് കൃപാസനത്തിലേക്ക് ഇന്നലെ വൈകുന്നേരം വന്നത്. എൻ്റെ ഭൗതികമായ സാക്ഷ്യങ്ങളെക്കാൾ ഉപരി എനിക്ക് ആത്മീയമായി ഉണരുവാനായിട്ടും കൂടുതൽ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ പോകുമ്പോൾ ഞാനുമായി ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഞാൻ പല ആൾക്കാരെയും കൃപാസനത്തിലേക്ക് നയിക്കുവാനും അവരോട് പറയുമ്പോൾ അപ്പടിയെ അവരത് വിശ്വസിച്ച് ഉടമ്പടി എടുക്കുവാനായിട്ട് അനേകം ജനങ്ങൾ ഇവിടേക്ക് വരികയും ചെയ്തു. കൂടാതെ എൻ്റെ 2ാമത്തെ മകൻ ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിക്കുന്ന മകനാണ്. അവൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിൽ അവന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അവന് ഒരുപാട് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി. വയറ്റിൽ എപ്പോഴും വേദനയും അസ്വസ്ഥതയുമായിരുന്നു. ആ സമയത്ത് സ്ഥിരമായി അവന് വയറ്റുവേദന വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു. എന്തോ വയറ്റിൽ മുഴച്ചു വരുന്നത് പോണക്കൊക്കെ തോന്നി. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹെർണിയ പോലെ എന്തെങ്കിലും അസ്വസ്ഥതകളായിരിക്കും, അതുകൊണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ, ഇടുക്കിയിൽ ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഞങ്ങൾ ഉപയോഗിക്കുകയും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശ്വാസം പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം വയറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ സഞ്ചാരി മാതാവല്ലേ, അമ്മ എൻ്റെ മോൻ സ്കാൻ ചെയ്ത് പുറത്ത് വരുമ്പോൾ യാതൊരു അസ്വസ്ഥതയും ഇല്ലാതെ ആയിരിക്കണം എന്ന്, സുഖപ്പെടുത്തണമേ എന്ന്, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. അവനെ കൃപാസനം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട തിരുവൾത്താരയുടെ മുമ്പിൽ അവനെ കൊണ്ടുവന്നോളാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് സാക്ഷ്യം അതുപോലെ തന്നെ അന്വർത്ഥമായി പൂർണ്ണമായി അവന് സൗഖ്യം കൊടുത്തു. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ഇന്നും അവൻ കൃപാസനത്തിൽ വന്നുപോയി. ഇപ്പോൾ 4 പ്രാവശ്യം അവൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. അങ്ങനെ അവൻ പൂർണ്ണ സൗഖ്യത്തിലാണ്. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. അവന് പരീക്ഷയ്ക്ക് മുമ്പ്, പരീക്ഷയ്ക്കുമൊക്കെ മുമ്പ് അവൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. അവന് അതും പ്രകാരം അവന് കൂടുതൽ മാർക്ക് ലഭിക്കാനിടയായി. അങ്ങനെ നല്ല ഇതിൽ പോകുന്നു. കൂടാതെ എൻ്റെ കാരുണ്യ പ്രവർത്തികളും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും ആയി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്, ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് ഞാൻ അതിരാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ 5:45 ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ 2 കിലോമീറ്റർ നടന്ന് ഞാൻ ഒരു ജംഗ്ഷനിലെത്തും. അത് ഹൈറേഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. അവിടെയാണ് ഈ മത്സ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ്. അവിടെ അനേകം വാഹനങ്ങൾ വരും.
അവിടെ വാഹനത്തിലെ ഡ്രൈവർമാരും ഒക്കെയായി ചായക്കടയിലൊക്കെ നല്ല തിരക്കുള്ള സമയമാണ്. ആ സമയമാണ് ഞാൻ അതിലെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പാസ് ചെയ്ത് പോകുന്നത്. ആ സമയത്ത് ഞാൻ ഹിന്ദി പത്രവും തമിഴ് പത്രവും മലയാളം പത്രവും ഇവിടുന്ന് ഞാൻ വാങ്ങിച്ച് അവിടെ കൊണ്ട് വിതരണം ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് വളരെ അധികം ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അങ്ങേര് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പത്രവേദൻ്റാണ്. ആ പത്രവേദൻ്റ് ഇങ്ങനെയാണ് പറഞ്ഞത്: ചേട്ടാ, ഞാനിവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഞാൻ ഈ പത്രവേജൻസി എടുത്തിരിക്കുന്നത്. ചേട്ടൻ എൻ്റെ കഞ്ഞുകൂടി മുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ എന്ന് ചോദിച്ച് എന്നോട് വളരെ മോശമായി സംസാരിച്ചു. ആ സമയം എനിക്ക് വളരെ സന്തോഷമാണ് മനസ്സിൽ തോന്നിയത്. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. ലാസ്റ്റ് പത്രം കൊടുക്കാൻ എന്നെ സമ്മതിക്കാതെ പുള്ളി മാർഗ്ഗ തടസ്സമായിട്ട് നിന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്രം വാങ്ങിച്ച ഒരു ഹിന്ദു സ്ത്രീ ഇത് മേടിച്ച് നോക്കിയിട്ട് വായിച്ചിട്ട് പറഞ്ഞു, ഇത് കൃപാസനം പത്രമല്ലേ, ചേട്ടൻ്റെ കഞ്ഞുകൂടി ഒരിക്കലും ആ ചേട്ടൻ മുട്ടിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക്, ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടൻ്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട, വളരെയധികം ദേഷ്യത്തോടെ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ദേഷ്യപ്പെട്ട് പുള്ളി അങ്ങ് പോയി. അങ്ങനെ ഞാൻ പത്രം കൊടുത്തു. ആ പത്രം കൊടുത്ത് പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ പത്രം പള്ളികളിലൊക്കെ പത്രം ഒരുപാട് പേര് വെച്ചിട്ട് ഇട്ടിട്ട് പോകും. അത് ഞാൻ എടുത്ത് ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാരോട് സ്നേഹത്തോടെ പറഞ്ഞ് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തി ഞാൻ പത്രം കൊടുത്ത് തീർക്കും. അങ്ങനെ പത്രം കൊടുക്കുമ്പം എനിക്ക് എന്തെന്നില്ലാത്ത ആവേശമാണ്. കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രത്യേക സ്പിരിറ്റാണ്. ഞാൻ ഈശോയെ എൻ്റെ കൈകൊണ്ടെടുത്ത് ഞാൻ അവർക്ക് കൊടുക്കുന്നത് പോലെയാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ പത്രം കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ഞാൻ ചെയ്യുകയും ജോലിക്കാരുണ്ട്, അവർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർക്ക് പത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. തമിഴ് പത്രം കൊടുക്കും. ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഞാൻ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ അനേകം മക്കൾക്ക് ഞാനത് കൊടുത്തിട്ടുണ്ട്. അവർക്കത് വലിയ അനുഭവമായി മാറിയിട്ടുണ്ട്. അവർക്ക് ആരെവിടെയെങ്കിലും സംസാരിക്കാൻ ധൈര്യമില്ലാത്ത സമയത്ത് നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പ് അവരുടെ കയ്യിൽ ഒരു ചെറിയ പേപ്പറിൽ പൊതിഞ്ഞ് ഞാൻ കൊടുത്തു വിട്ടിട്ട് പറയും, നിങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അനുഭവമായി മാറിയ ഒത്തിരി സംഭവങ്ങളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് അവന് ജോലി ചെയ്യുന്ന ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. അവൻ്റെ ഫാദറിന് രോഗാവസ്ഥ. ജോലിയിൽ അവനക്ക് ശമ്പളം കൂട്ടിക്കിട്ടണം. മുതലാളിയോട് ചോദിക്കാൻ അവന് ഭയം. ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി ഒപ്പെടുത്ത് പൊതിഞ്ഞു തരാം, നീ അത് വിശ്വാസത്തോടെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ധൈര്യമായിട്ട് പോയി ചോദിച്ചു. അതുപോലെ തന്നെ ശമ്പളം കൂട്ടിക്കൊടുത്തു. ലാസ്റ്റ് അപ്പനെ ചികിത്സിക്കാനുള്ള പൈസ ഇളവ് ചെയ്തു. കുറച്ച് പൈസ കൊടുത്തു, ഇളവ് ചെയ്തു. അങ്ങനെ ആ ആൾ ഇപ്പോൾ ഉടമ്പടിയിലാണ്. അങ്ങനെ ഉടമ്പടിയിൽ നന്നായി പോകുന്നു. എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആകാശപ്പറവുകൾ പോലുള്ള ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടെ പോയി എൻ്റെ ഭാര്യയും ഞാനും ഒന്നിച്ചു പോയി പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യും. കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. ഭക്ഷണം പാചകം ചെയ്ത് അവർക്ക് കൊണ്ടു കൊടുക്കുന്നതിന് ഞാൻ ഷെയർ കൊടുക്കും. കൂടാതെ എൻ്റെ ഭാര്യ തന്നെ പോയി ശുശ്രൂഷ ചെയ്യും. ഒപ്പം തന്നെ ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് കൂടാതെ എൻ്റെ വീട് ഒരു റോഡിൻ്റെ സൈഡിലാണ്. അതുകൊണ്ട് അനേകം മക്കൾ സഹായം ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ ആദ്യം അവരോട് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ, വിശക്കുന്നുണ്ടോ, എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ സമയത്ത് വീട്ടിലുള്ള ഭക്ഷണം എടുത്ത് വിളമ്പി കൊടുത്ത് സമാധാനമായി ശാന്തമായി സംസാരിച്ചതിന് ശേഷം ഞാൻ 100 50 എന്നെക്കൊണ്ടാവുന്ന അത്ര പൈസ കൊടുത്ത് അവരെ സഹായിക്കും. പിന്നെ എൻ്റെ ഭാര്യ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യും, ഇന്ന് ആരെങ്കിലും ഭക്ഷണം ഷെയർ ചെയ്യാൻ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമ്പോൾ അന്ന് തന്നെ അത്ഭുതകരമായിട്ട് ആരെങ്കിലും മുറ്റത്ത് വന്ന് സഹായമായി വരും. അങ്ങനെ ആ ഭക്ഷണം അവർക്കൂടെ ഷെയറാവും. അവരുമായിട്ട് ഇരുന്ന് വിളമ്പി കൊടുത്ത് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ അവർ പോകുമ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറയുന്ന അവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങളിലൂടെ അമ്മയും ഈശോയും എൻ്റെ കുടുംബത്തെ വഴി നടത്തി ഇന്ന് ഈ സമയം വരെ ഇവിടെ നിൽക്കുമ്പോൾ ഈ സമയം വരെ അമ്മയും ഈശോയും എൻ്റെ കൂടെയുള്ളെന്നുള്ള തോന്നലും എന്നെ ധൈര്യപ്പെടുത്തി എന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ ധൈര്യപൂർവ്വം എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ അനേകം മക്കളെ ഉടമ്പടി എടുക്കുന്നതിലേക്ക് നയിക്കുമ്പോൾ അവരോട് പറയുമ്പോൾ അവരത് അപ്പടിയെ വിശ്വസിക്കുന്ന രീതിയിലേക്ക് എൻ്റെ വിശുദ്ധി എന്നെ വളർത്തി. എനിക്ക് വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ 2023 ഞാൻ 333 ദിവസം വിശുദ്ധ കുർബാന കൂടാൻ എനിക്ക് സാധിച്ചു. അത്
ഇനിയും എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാനും എൻ്റെ മക്കളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനുമായിട്ട് ഞാൻ ഈ ഉടമ്പടി പൂർണ്ണമായും എൻ്റെ മരണം വരെ ഞാൻ ഈ വിശ്വസ്തതയിൽ തുടരുമെന്ന് ഞാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനിയും അമ്മയും ഈശോയും അനേകം മക്കൾക്ക് സാക്ഷിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷി ഞാൻ അവസാനിപ്പിക്കുന്നു.